സഭയിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാടിയ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ശബ്ദം ഇനി കോടതി മുറികളിൽ ഉയരും. നിയമപഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ലൂസി കളപ്പുര അഭിഭാഷകയായി എൻറോൾ ചെയ്തു. ഇനിയുള്ള കാലം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിയമവഴിയിൽ പോരാടാനാണ് അഡ്വക്കേറ്റ് ലൂസി കളപ്പുരയുടെ തീരുമാനം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ നടന്ന സമര പോരാട്ടങ്ങളുടെ തീച്ചൂളയിൽ തെളിഞ്ഞതാണ് സിസ്റ്റർ ലൂസി കളപ്പുര എന്ന പേര്. സമരം നയിച്ച കന്യാസ്ത്രീകൾക്കൊപ്പം നിന്ന സിസ്റ്റർ ലൂസി സഭയുടെ കണ്ണിലെ കരടായി. സന്യാസി സമൂഹത്തിൽ നിന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കുമ്പോൾ സഭയ്ക്ക് മുന്നിൽ കാരണങ്ങൾ പലതായിരുന്നു. പിന്നീടിങ്ങോട്ട് 7 വർഷക്കാലം ഒറ്റയാൾ പോരാട്ടം നടത്തിയ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഇനി നിയമത്തിന്റെ കരുത്തുണ്ട്. ബാർ കൗൺസിൽ ഓഫ് കേരളയിലേക്ക് ഒരു അംഗത്വം ലഭിച്ച് ഒരു അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവും കിട്ടിയിട്ടുണ്ട്. അതിലൊത്തിരി അഭിമാനവും സന്തോഷവും. അതിൻ്റെ പിന്നിൽ കുറച്ച് 2-3 വർഷത്തെ ഒരു പഠനം, കഠിനാധ്വാനം, അതിൻ്റെ പിറകിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങൾ, ഇതെല്ലാം ഒരു മുതൽക്കൂട്ടായിരുന്നു ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ. 3 വർഷത്തെ നിയമപഠനവും കഠിനമേറിയ പോരാട്ടമായിരുന്നു സിസ്റ്റർ ലൂസിക്ക്. ആ പോരാട്ടത്തിന് പ്രേരണയായതാകട്ടെ FCC സന്യാസി സഭയും സഭാ നേതൃത്വവും. കഴിഞ്ഞ കാലത്തിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പം എന്നെ ഇതിലേക്ക് ഇങ്ങനെ വിട്ട ഒരു ഫോഴ്സാണ് എൻ്റെ സന്യാസ സഭാ സമൂഹവും സഭാ നേതൃത്വങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ഞാനിപ്പം റിട്ടയർഡായി കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഇപ്പം എന്നോട് ചെയ്ത ആ പരിശീലനത്തിൽ, എന്നോട് ചെയ്ത ആ ദ്രോഹത്തിൽ ഞാൻ തളർന്നിരിക്കേണ്ട ആളാണ്. പക്ഷേ അവരത്രമാത്രം കൂടുതൽ എന്നെ ദ്രോഹിച്ചോ അത്രമാത്രം എനിക്ക് ശക്തിയോടെ വരാൻ പറ്റി. അപ്പോൾ അവരുടെ അവർ തന്ന ആ ക്രൂവലായിട്ട്, വളരെ ക്രൂരമായിട്ടുള്ള അവഗണനയും സ്ട്രീറ്റിലേക്കുള്ള വലിച്ചെറിയലും ഇതെല്ലാം നമുക്കൊരു പ്രചോദനമാക്കാൻ പറ്റി. 2022 സിസ്റ്റർ ലൂസി നിയമപഠനം ആരംഭിച്ചത്. 2025 70% മാർക്കോടെ പഠനം പൂർത്തിയാക്കി. ഓൾ ഇന്ത്യ ബാർ എക്സാമും പാസ്സായി അഭിഭാഷകയായി എൻറോളും ചെയ്തു. ഇപ്പം നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ആഗ്രഹവും അതാണ്. കാരണം ജീവൻ്റെ തുടിപ്പ് എന്നുവരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അന്നുവരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയണം. അതിനുള്ള ഒരു അഭിവാഞ്ചിയും ഒരു ചോരയും ഒക്കെ എന്നിലുണ്ട്. ഇനിയുള്ള സമയം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിയമപീഠത്തിനു മുന്നിൽ പോരാടാനാണ് അഡ്വക്കേറ്റ് ലൂസി കളപ്പുരയുടെ തീരുമാനം. നീതിക്കായുള്ള പോരാട്ടത്തിൽ ഇനി നിയമത്തിന്റെ കരുത്തുകൂടിയുണ്ട് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക്. തിന്മയ്ക്കും തെറ്റിനുമെതിരായ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. ക്യാമറ പേഴ്സൺ രാഹുൽ സുദേവിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. കർത്താവിന്റെ പോരാളി ഇനി നിയമ പോരാളി കൂടിയാണ്. അനീതികൾക്കെതിരായ നിയമ പോരാട്ടം സിസ്റ്റർ ലൂസി കളപ്പുര തുടരുകയാണ്. 60-ാം വയസ്സിലാണ് നിയമ ബിരുദം നേടി ഇപ്പോൾ അഭിഭാഷക ആയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.